CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ സ്റ്റേഷനാണ് ഒറ്റപ്പാലത്തേത്. ചെർപ്പുളശ്ശേരി നഗരസഭ കാറൽമണ്ണയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമത നീക്കം. കോൺഗ്രസ് സ്ഥാനാർത്ഥി KM ഇസ്ഹാഖിനെതിരെ വാക്കിൽ അബ്ദുൽ ഖാദർ മത്സരത്തിനൊരുങ്ങുന്നു. ഫേസ്ബുക്കിലൂടെയാണ് ഐ ഗ്രൂപ്പ് വക്താവായ അബ്ദുൽ ഖാദർ മത്സരിക്കുന്നുവെന്ന സൂചന നൽകിയത്. അലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി CPIM. അംഗൻവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി നടന്നതെന്നാണ് ആരോപണം. വിജിലൻസിന് പരാതി നൽകുമെന്നും CPIM നേതാക്കൾ പറഞ്ഞു. വിദ്യാലയങ്ങളിൽ പോകാതെ ശിശുദിനം ആഘോഷിച്ച വിദ്യാർത്ഥികൾ. ഓൺലൈനിലൂടെയാണ് ഇത്തവണ ശിശുദിനാഘോഷം. ചെർപ്പുളശ്ശേരി നഗരസഭ കാറൽമണ്ണയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമത നീക്കം. കോൺഗ്രസ് സ്ഥാനാർത്ഥി KM ഇസ്ഹാഖിനെതിരെ വാക്കിൽ അബ്ദുൽ ഖാദർ മത്സരത്തിനൊരുങ്ങുന്നു. ഫേസ്ബുക്കിലൂടെയാണ് ഐ ഗ്രൂപ്പ് വക്താവായ അബ്ദുൽ ഖാദർ മത്സരിക്കുന്നുവെന്ന സൂചന നൽകിയത്. കാറൽമണ്ണ 6-ാം വാർഡിൽ KM ഇസ്ഹാഖിന്റെ UDF സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഐ ഗ്രൂപ്പ് നേതാവായ അബ്ദുൽ ഖാദറിന്റെ ഈ ഫേസ്ബുക്ക് പ്രസ്താവന അത് ഏതാണ്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് താൻ. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നാട്ടുകാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് എന്നും ആഗ്രഹിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരത്തിൽ ഒരു തലമുറമാറ്റം പ്രതീക്ഷിച്ചിരുന്നു. ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു തലമുറയിലേക്ക് അധികാരമാറ്റം സംഭവിക്കുമെന്ന് കരുതി അവസാന നിമിഷം വരെ കാത്തിരുന്നു. ഒപ്പം പ്രാദേശികമായ വികസന സാധ്യതകളെ തിരിച്ചറിയുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി രൂപപ്പെടേണ്ടതുണ്ട്. ആ തിരിച്ചറിവോടെ ഞാൻ മുന്നോട്ടു പോവുകയാണ് എന്നിങ്ങനെയുള്ള പ്രസ്താവനകളാണ് ചെർപ്പുളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയായ വാക്കേൽ അബ്ദുൽ ഖാദർ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. ഭവന പദ്ധതി അഴിമതി ആരോപണത്തിൽപ്പെട്ട KM ഇസ്ഹാഖ് UDF സ്ഥാനാർത്ഥിയാകുന്നതിനോട് യൂത്ത് കോൺഗ്രസിന് എതിർപ്പുള്ളതായും സൂചനയുണ്ട്. ഇതിനിടയിൽ ഐ ഗ്രൂപ്പ് വക്താവായ അബ്ദുൽ ഖാദറിന്റെ വിമത നീക്കം UDFന് വലിയ തലവേദനയാകും. CCN ചെർപ്പുളശ്ശേരി. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരം നൽകിക്കൊണ്ടാണ് ഇത്തവണയും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള BJP NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ 9 സീറ്റുകളിലേക്കാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ 12 സീറ്റുകളിലേക്കായി സ്ഥാനാർത്ഥികളുടെ എണ്ണം ഉയർത്തി. ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ 12 എണ്ണത്തിലും സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നതിനു പുറമെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തച്ചനാട്ടുകര ഡിവിഷനിൽ നിന്നും P നിഷയും ചെത്തല്ലൂർ ഡിവിഷനിൽ നിന്നും സുജയ വിജയകുമാറും രംഗത്തുണ്ട്. BJP സംസ്ഥാന വക്താവ് സന്ദീപ് G വാര്യർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് C രാമകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, രാമദാസൻ, ശിവരാമൻ, രാജേന്ദ്ര പ്രസാദ്, അഖിൽ ദേവ്, മോഹനപിള്ള, സന്ദീപ് മാമ്പ്ര തുടങ്ങിയവർ പങ്കെടുത്തു. തള്ളച്ചിറ വാർഡിൽ ശിവരാമൻ, അണ്ണാന്തൊടി വാർഡിൽ സുബ്രഹ്മണ്യൻ, പുതുമനക്കുളമ്പിൽ രതീഷ്, കുറുമാലിക്കാവിൽ അശോക് ദേവ്, കുണ്ടൂർക്കുന്ന് ധനലക്ഷ്മി, പാലോട് മിനിജ പ്രകാശ്, കൂരിമുക്ക് വിശ്വനാഥൻ, ചാമപ്പറമ്പ് ശ്രീജിത്ത് മാമ്പ്ര, ചെത്തല്ലൂർ ഗിരീഷ്, തെക്കുമുറി ശ്രീന രാജീവ്, കാവട്ടം ശാന്ത KS, പൂവത്താണി പ്രവീൺ ഗോപാൽ എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. CCN ചെത്തല്ലൂർ. കടമ്പഴിപ്പുറം കണ്ണുകുറിശി ഇരട്ടക്കൊലപാതകം പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ 15-ന് പ്രതിഷേധ സംഗമം നടത്തും. പ്രതിഷേധ സംഗമം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. നാടിനെ നടുക്കിയ കടമ്പഴിപ്പുറം കണ്ണുകുറിശി വൃദ്ധ ദമ്പതികളുടെ കൊലപാതകം നടന്നിട്ട് 4 വർഷം പൂർത്തിയാകുമ്പോൾ കേസ് തെളിയിക്കാനോ പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. 2016 നവംബർ 15-ന് അർദ്ധരാത്രിയിലാണ് വടക്കേക്കര ചീരപ്പത്ത് വീട്ടിൽ ഗോപാലകൃഷ്ണൻ, തങ്കമണി എന്നിവരെ കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും അത് ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണെന്നും അന്വേഷണം നിലച്ച സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളതായും സമരസമിതി പ്രസിഡന്റ് കേശവൻ നെട്ടത്ത്,
കൺവീനർ യു ഹരിദാസൻ വൈദ്യർ, ടി കുഞ്ചുണ്ണി ഗുപ്തൻ, എം കുട്ടികൃഷ്ണഗുപ്തൻ, വി സുബ്രഹ്മണ്യൻ എന്നിവർ പറഞ്ഞു. ഈ കണ്ണൂർശി വടക്കേക്കര ചീരപ്പത്ത് വീട്ടിലെ കിണർ വറ്റിച്ചു കഴിഞ്ഞപ്പോൾ അതിന്ന് ഉപയോഗിച്ച ആയുധം, അവരുപയോഗിച്ചിട്ടുള്ള എമർജൻസി ലൈറ്റ്, വടി, ഇതെല്ലാം ഒരു ഷർട്ടിൽ പൊതിഞ്ഞിട്ടാണ് കിട്ടിയത്. എന്നിട്ടും തെളിവില്ല, തുമ്പില്ല എന്ന് പറയണം. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു 500 മില്ലി മണ്ണെണ്ണ കിട്ടണമെങ്കിൽ നമ്മൾ വിരൽ വെക്കണം. ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതാനും ഒന്നിൽ കൂടുതൽ വിരൽ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ പ്രതികളെ കിട്ടിയിട്ടില്ല ഈ അത്യാധുനിക യുഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളെ ഒരു വഞ്ചിക്കുന്ന ഏർപ്പാടായിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത സമരസമിതിയെ വിലയിരുത്തുന്നത്. ഇതിൻ്റെയൊക്കെ പ്രതിഷേധ സൂചകമായിട്ട് ഈ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒട്ടനവധി സമരങ്ങളുടെ പരമ്പരകൾ തന്നെ നടന്നിട്ടുണ്ട്. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിലും നീതി നിഷേധത്തിലും പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ 15 രാവിലെ 9 കണ്ണുകുറിശ്ശിയിൽ നിന്ന് പ്രതിഷേധ റാലി നടത്തും. തുടർന്ന് 9:30 കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ കടമ്പഴിപ്പുറത്ത് മുട്ടത്ത് ഫ്യൂവൽസ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. പ്രൊപ്പറേറ്റർ ബിജു മുട്ടത്തിന്റെ മാതാവ് ലില്ലിക്കുട്ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ചെർപ്പുളശ്ശേരി റോഡിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ പെട്രോൾ പമ്പ് മുട്ടത്ത് ഫ്യൂവൽസ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രൊപ്പറേറ്റർ ബിജു മുട്ടത്തിന്റെ മാതാവ് ലില്ലിക്കുട്ടി ജെയിംസ് പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ നൈട്രജൻ ഫില്ലിംഗ്, ഓയിൽ ചേഞ്ചിംഗ്, ടോയ്ലറ്റ് സൗകര്യം, പാർക്കിംഗ് സൗകര്യവും പെട്രോൾ പമ്പിൽ ലഭ്യമാണ്. ഫാദർ ജയൻജിൻ വെള്ളിയാങ്കണ്ടത്തിൽ, ഫാദർ സന്തോഷ് മുരിക്കിനാലിക്കൽ എന്നിവർ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സെയിൽസ് അസിസ്റ്റന്റ് മാനേജർ PV അജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ ഉപഭോക്താക്കൾക്ക് സൗജന്യ മാസ്ക് വിതരണവും നടത്തി. CCN കടമ്പഴിപ്പുറം. ഒരിടവേളയ്ക്ക് ശേഷം മണ്ണാർക്കാട് നഗരത്തിലെ ദേശീയപാത വികസനം വീണ്ടും ആരംഭിച്ചു. നടപ്പാതയിൽ കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് തുടങ്ങിയത്. കൈവരി സ്ഥാപിക്കുന്നതോടെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. ഒരിടവേളയ്ക്ക് ശേഷം മണ്ണാർക്കാട് നഗരത്തിലെ ദേശീയപാത വികസനം വീണ്ടും ആരംഭിച്ചു. നടപ്പാതയിൽ കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് തുടങ്ങിയത്. നെല്ലിപ്പുഴ മുതൽ കോടതിപ്പടി വരെയാണ് നടപ്പാതയ്ക്കരികിൽ കൈവരികൾ സ്ഥാപിക്കുക. നാട്ടുകൽ മുതൽ താണാവ് വരെയുള്ള ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നഗരത്തിലെ റോഡ് വീതി വർദ്ധിപ്പിച്ച് ഫുട്പാത്തും ഒരുക്കിയിരുന്നു.
നടപ്പാതയിൽ കയറ്റി വാഹനങ്ങൾ നിർത്തുന്നതും പതിവായി. കൈവരി സ്ഥാപിക്കുന്നതോടെ ഇത് അവസാനിക്കും. കാൽനടയാത്രക്കാർക്ക് കൈവരി സ്ഥാപിക്കുന്നത് കൂടുതൽ സൗകര്യമാകും. തുടർന്ന് ടാറിംഗ് പൂർത്തിയായ റോഡിനിരുവശവുമുള്ള ഒഴിഞ്ഞ ഭാഗത്ത് ഇന്റർലോക്ക് സ്ഥാപിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഈ പ്രവൃത്തികൾ കൂടി പൂർത്തിയാകുന്നതോടെ മണ്ണാർക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറും. CCN മണ്ണാർക്കാട്. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണ തുടർച്ചയ്ക്കായി ഐക്യപ്പെട്ട് UDF. വാർഡ് വീതം വയ്പിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യങ്ങൾ സമവായത്തിലെത്തി. ആകെ 18 വാർഡുകളിൽ ലീഗ് 10, കോൺഗ്രസ് 5 എന്നിങ്ങനെയാണ് മത്സരം. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണ തുടർച്ചയ്ക്കായി ഐക്യപ്പെട്ട് UDF. വാർഡ് വീതം വയ്പിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യങ്ങൾ സമവായത്തിലെത്തി. ആകെ 18 വാർഡുകളിൽ ലീഗ് 10, കോൺഗ്രസ് 5 എന്നിങ്ങനെ മത്സരിക്കും. ഒരു വാർഡ് ഘടകകക്ഷിയായ CMPക്ക് നൽകി. തുടർന്ന് ബാക്കിയുള്ള 2 വാർഡുകളെ സംബന്ധിച്ച് ധാരണയായിട്ടില്ല. UDFന് വിജയസാധ്യതയുള്ള വാർഡുകളായ നെച്ചുള്ളി, ഞെട്ടരക്കടവ്, വേണ്ടാംകുറിശി, കുളപ്പാടം, കുന്നത്തുള്ളി എന്നീ വാർഡുകൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. പകരം 5, 6, 9, 10, 15, 16, 18 എന്ന വാർഡുകൾ ലീഗിന് വിട്ടുനൽകാമെന്നും കോൺഗ്രസ് സമ്മതിച്ചു. ഇത് ലീഗുമായി അസ്വാരസ്യമുണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് ആവശ്യപ്പെട്ടതിൽ 12ാം വാർഡ് വിട്ടുനൽകില്ലെന്ന് ലീഗ് നിലപാടിനെ തുടർന്ന് വാർഡ് 15 അരിയൂർ, 18 പുത്തില്ലം എന്നിവ ആവശ്യപ്പെട്ടു. ഇതും ലീഗ് വിട്ടുനൽകാതെ വന്നതോടെ UDFൽ ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലായി വഴിമുട്ടിയിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ വാർഡ് 12 പകരമായി വാർഡ് 15 അരിയൂർ കോൺഗ്രസിന് വെച്ചുമാറിയതോടെയാണ് സമവായത്തിലെത്തിയത്. ഇതോടെ കോൺഗ്രസ് 1, 11, 13, 15, 17 വാർഡുകളിലും ലീഗ് 2, 5, 6, 7, 8, 9, 10, 12, 16, 18 വാർഡുകളിലും മത്സരിക്കാൻ ധാരണയായി. 3ാം വാർഡ് CMPക്ക് നൽകിയിട്ടുണ്ട്. ബാക്കി 4 എടരം, 14 ചുങ്കം വാർഡുകളിലാണ് ധാരണ ആകാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചിട്ടുള്ള ഈ വാർഡുകളിൽ അനുയോജ്യമായ തീരുമാനം എടുക്കാനാണ് കണക്കുകൂട്ടൽ. നിലവിലുള്ള CPM, CPI ചേരിപ്പോര് മുതലെടുത്തുകൊണ്ട് തന്നെ വിജയ തുടർച്ചയ്ക്കായി തന്ത്രം മെനയുകയാണ് കുമരമ്പത്തൂരിൽ ഐക്യജനാധിപത്യ മുന്നണി. ഇവിടെ ഇടതുമുന്നണി ശിഥിലമാണെന്ന് UDF പ്രതിനിധിയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഹുസൈൻ കോളശ്ശേരി പറഞ്ഞു. കഴിഞ്ഞൊരു പഞ്ചായത്തിൽ മാത്രമല്ല ഒരു 10-20 വർഷമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അസ്വാരസ്യം നിൽക്കുന്നുണ്ട്. CPMന്റെ ഒരു വലിയ സ്വഭാവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടിനെ ബാധിക്കുകയും ഞങ്ങൾ കക്ഷിയുടെ പേര് പറയുന്നില്ലെങ്കിൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അനൈക്യം UDFന് വലിയ തോതിൽ അനുകൂലമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDFലെ അനൈക്യം UDFന് അനുകൂലമാകും. ലീഗിനെ CPMന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ നടപടി അഭിമുഖീകരിച്ച അർസൽ ഏരരത്തിന്റെ പ്രതികൂല പ്രവർത്തനങ്ങൾ തരണം ചെയ്യാനുള്ള ശേഷി ലീഗിനുണ്ടെന്നും ഹുസൈൻ കോളശ്ശേരി പറഞ്ഞു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ UDF കെട്ടുറപ്പോടുകൂടി തന്നെ ഭരണത്തിൽ വരുമെന്നും കോൺഗ്രസ് പ്രതിനിധിയും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നൌഫൽ തങ്ങൾ അഭിപ്രായപ്പെട്ടു. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പുള്ള ഭരണം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഏത് വിട്ടുവീഴ്ചക്കും എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നീക്കുപോക്കുകൾക്ക് യാതൊരു തടസ്സം സൃഷ്ടിക്കാനും കോൺഗ്രസ് തയ്യാറാവില്ല. അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കെതിരെ, രാഷ്ട്രീയ കച്ചവടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള CPIയുടെ ആ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് CPIMന്റെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പൊതുവികാരം ഈ പഞ്ചായത്തിലുണ്ട്. അത് തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഉപകാരപ്പെടുത്തും. CCN മണ്ണാർക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ണാർക്കാട് പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂവെന്നും സർവകക്ഷി യോഗത്തിൽ SI R രാജേഷ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ണാർക്കാട് പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. 6 പഞ്ചായത്തുകളിലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയായിരുന്നു സർവകക്ഷി യോഗം. റോഡുകളിലെ എഴുത്ത്, പൊതുയിടങ്ങളിൽ റോഡിനു കുറുകെയുള്ള തോരണങ്ങൾ എന്നിവ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂവെന്നും സർവകക്ഷി യോഗത്തിൽ SI R രാജേഷ് അറിയിച്ചു. റോഡുകളിൽ ഒരു കാരണവശാലും എഴുത്തുകളും പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോസായിട്ട് തോരണങ്ങളോ മറ്റൊന്നും ക്രോസായിട്ട് കെട്ടാൻ പാടില്ലെന്നും ആരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ രാത്രി അവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നതായിരിക്കുമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ആളുകളുടെ വീടുകളിൽ കയറി ചെല്ലുന്നതിനുള്ള കാര്യങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
പോലീസിന്റെ എല്ലാവിധ സഹകരണങ്ങളും അതോടൊപ്പം ഉണ്ട്. നിലവിൽ രാത്രികാലങ്ങളിൽ പ്രചാരണത്തിനുള്ള സമയം നിശ്ചയിച്ചിട്ടില്ല. എന്നിരുന്നാലും അധിക സമയം വൈകിപ്പിക്കരുതെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജി സുരേഷ് കുമാർ, വി ഷൌക്കത്ത് അലി, ഷമീർ പഴേരി, പി പരമശിവം, ബിജു നെല്ലമ്പാനി, കെ അമീർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ഉന്നത സേനാ മേധാവി ബിപിൻ റാവത്ത് നടത്തിയ ശുപാർശകളിൽ വിമുക്ത ഭടന്മാരുടെ പ്രതിഷേധം. അരീക്കോട് ടൗണിലാണ് ധർണ നടത്തിയത്. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ വി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത സേനാ മേധാവി ബിപിൻ റാവത്ത് നടത്തിയ ശുപാർശകളിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റി അരീക്കോട് ടൗണിൽ ധർണ നടത്തി. സൈനികരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, വിമുക്ത ഭട പെൻഷൻ വെട്ടിക്കുറയ്ക്കുക, സൈനികരുടെ സേവനകാലം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ശുപാർശകൾ മുതിർന്ന സേനാ തലവന്മാർക്ക് മാത്രം ഗുണം ചെയ്യുന്നതും സാധാരണ സൈനികർക്കും രാജ്യത്തിനും പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ വി ശ്രീധരൻ പറഞ്ഞു. സെക്രട്ടറി വി മുസ്തഫ, അസ്കർ അലി, PK ദാസൻ, KT ബഷീർ എന്നിവർ പ്രസംഗിച്ചു. CCN മലപ്പുറം. ഒരേ വാർഡിൽ ഒരേ പേരിൽ 3 സ്ഥാനാർത്ഥികൾ. ഇതിൽ 2 പേരുടെ വീട്ടുപേരും ഒന്നു തന്നെ. മലപ്പുറം ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡായ തെക്കുമുറിയിലാണ് ഈ കൗതുകം. കുരുണിയൻ ഹസീനമാരാണ് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് CPM സ്ഥാനാർത്ഥികളാണ് ഇരുവരും. SDPIക്കായി മത്സരിക്കുന്നത് കൈതയ്ക്കൽ ഹസീനയാണ്. വർഷങ്ങൾക്ക് മുൻപും കുരുണിയൻ കുടുംബത്തിലെ 2 പേർ മത്സര രംഗത്ത് ഉണ്ടായിരുന്നു, ഹമീദും മായിനും. 3ാം വാർഡിൽ നിലവിൽ ജനപ്രതിനിധി LDFിലെ മായിനാണ്. വനിതാ സംവരണമായതോടെ സീറ്റ് ലഭിച്ചത് ഹസീനയ്ക്കായിരുന്നു. വോട്ടർമാരെടുത്ത് പോകുമ്പോ അവര് പറയും മേടിക്കാനൊന്നുമില്ല, നമ്മൾ ചിഹ്നം നോക്കിയല്ലേ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ പേര് നോക്കി ചെയ്യൂലല്ലോ. നമ്മളിപ്പോൾ ആദ്യം ചിഹ്നത്തുമൊക്കെ നോക്കുള്ളൂ, ഏതാ ചിഹ്നം, നമ്മളെ ചിഹ്നം ഏതാ വെച്ചെങ്കിൽ നമ്മൾ അതിമൊക്കെ നമ്മൾ പോവുള്ളൂ. അതുകൊണ്ട് ആ പേടിക്കാനൊന്നുമില്ല. തന്നെ അങ്ങനെ കൈവിടൂല, വോട്ടർമാർ കൈവിടില്ല. പേരൊന്നയച്ചിട്ട് നമുക്ക് ആ പ്രശ്നം വരണില്ല. വെച്ചാൽ ഇപ്പോൾ ചിഹ്നം നോക്കിയല്ലോ ഇപ്പോൾ എന്തായാലും ചെയ്യണുള്ളൂ. പിന്നെ വായിക്കാനറിയാത്ത പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരും പറയുന്നുണ്ട് അതന്നെ, പേടിക്കണ്ട, നമുക്ക് ചിഹ്നം നോക്കി നമ്മൾ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ പേര് ഞങ്ങൾക്കൊന്നും വായിക്കാനും അറിയില്ലല്ലോ, അപ്പോൾ ചിഹ്നം നോക്കി ഞങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നേരത്തെ 2ാം വാർഡിൽ മത്സരിച്ച ഇവർ 2ാം തവണ സ്വന്തം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. പൊതുപ്രവർത്തകനായ കുരുണിയൻ ഹക്കീമാണ് ഭർത്താവ്. വിദ്യാർത്ഥികളായ മുഹമ്മദ് ഫായിസ്, മുഹമ്മദ് ഹാഷിർ എന്നിവർ മക്കളാണ്. ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നതിനാൽ വിജയപ്രതീക്ഷയിലാണ് ഹസീനമാർ. ആൾക്കാർ ഭയങ്കര കൗതുകമായിട്ട് കാണുകയാണ്. കാരണം ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും ഹസീനയാണല്ലേ അറിയും. പിന്നെ ഞാൻ മുമ്പ് മെമ്പർ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്തായാലും അവർക്ക് തന്നെ അറിയാലോ. പിന്നെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നം വരുന്നില്ല. ഈ ഒരു സമയത്ത് എങ്ങനെയുണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ പ്രതികരണം? ബാക്കിയുള്ളവരൊക്കെ കാണുന്നവരൊക്കെ കുരുണിയൻ ഹസീനാണല്ലോ, ഏതായാലും ഒരു കുരുണിയൻ ഹസീന അല്ലെങ്കിൽ ഏതൊരു ഹസീന ജയിക്കുമല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കും ചിലരൊക്കെ. പിന്നെ കുഴപ്പമില്ല, ചിഹ്നം അല്ലേ ആളുകൾ നോക്കുള്ളൂ, പേരൊന്നും നോക്കിയല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹസീന 3ാം വാർഡിൽ 3ാം തവണയാണ് മത്സരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ പാറക്കൽ റസിയയെ പരാജയപ്പെടുത്തിയതോടെ ലഭിച്ചത് പഞ്ചായത്ത് ഉപാധ്യക്ഷ സ്ഥാനമാണ്. 2ാം തവണ ജനറൽ സീറ്റായിരുന്നെങ്കിലും നിയോഗിക്കപ്പെട്ടത് ഹസീനയായിരുന്നു. എന്നാൽ എതിർ സ്ഥാനാർത്ഥി കുരുണിയൻ മായിനായിരുന്നു വിജയം. നൊട്ടാനാലക്കൽ സ്വദേശി മുഹമ്മദ് സലീമിന്റെ ഭാര്യയാണ്. മുഹമ്മദ് ഷിബിലി, ഫാത്തിമ ഷംലി എന്നിവരാണ് മക്കൾ. ഒരേ തറവാട് പേര് ഉണ്ടെന്നേയുള്ളൂ. സ്ഥാനാർത്ഥികൾ നേരിട്ട് ബന്ധുക്കളല്ല. SDPI സ്ഥാനാർത്ഥിയായ ഹസീന കൈതയ്ക്കൽ 2ാം തവണയാണ് ജനവിധി തേടുന്നത്. സജീവ പ്രവർത്തകയായ ഫിറോസിന്റെ ഭാര്യയാണ്. സ്വന്തം വാർഡിലാണ് മത്സരിക്കുന്നത്. CCN മലപ്പുറം. മഞ്ചേരിയെ പിടിച്ചെടുക്കാൻ പുതുനിരയെ രംഗത്തിറക്കി LDF. 50 വാർഡുകളിൽ 48 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ നിലവിലെ കൗൺസിലർമാർ 2 പേർ മാത്രം. നേരത്തെ പ്രവർത്തന മികവ് തെളിയിച്ചവരും യുവാക്കളും LDF പട്ടികയിൽ ഇടം നേടി. 2 വാർഡുകളിൽ ഒഴികെയുള്ള സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം നടന്ന LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രഖ്യാപിച്ചത്. 16ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഫിറോസ് ബാബുവും 2ാം വാർഡിൽ LDF പിന്തുണയോടെ മത്സരിക്കുന്ന CT നൂർജഹാനുമാണ് കഴിഞ്ഞ തവണ കൗൺസിലറായിട്ടുള്ളവരുടെ ഇടയിൽ നിന്ന് പുതിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 25ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുൻ നഗരസഭാ ചെയർമാൻ അസൈൻ കാരാട് ഉൾപ്പെടെ പുതിയ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള 6 പേർ നേരത്തെ കൗൺസിലർമാരായിരുന്നവരാണ്. 15 വാർഡുകളിലായാണ് യുവനിരയെ LDF മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ 35ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന 24 വയസ്സുള്ള അഫ്സലാണ് LDF ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. CCN മഞ്ചേരി.
വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചതോടെ ബീഫിന് വില കുറച്ച് വിൽക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നാട്ടിലെ വ്യാപാരികൾ. ബീഫിന് പേരുകേട്ട കരുവാരക്കുണ്ട്, പുന്നക്കാട് എന്നിവിടങ്ങളിൽ കിലോയ്ക്ക് 220 രൂപയാണ്. പുന്നക്കാട് ചുങ്കത്തുള്ള PK ബീഫ് സ്റ്റാളിന് മുൻപിൽ ഇങ്ങനെയൊരു ബോർഡ് കണ്ടു. 1 കിലോ പോത്തിറച്ചിക്ക് 220 രൂപ. 200 മീറ്റർ ചുറ്റളവിൽ നിരവധി ബീഫ് സ്റ്റാളുകൾ ഉള്ളതിനാൽ മത്സര വ്യാപാര തന്ത്രമാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് സംഗതിയുടെ കിടപ്പ് മനസ്സിലായത്. നാട്ടിലെ കാലിച്ചന്തകളിലേക്ക് ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കാലികളെ എത്തിക്കാറുള്ളത്. കാലികളെ ചൂടപ്പം പോലെ വിൽപ്പന നടത്തിയിരുന്ന ഇത്തരം സംസ്ഥാനങ്ങളിലെ ഫാമുകളിൽ ഇന്ന് ഇവയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കോവിഡ് മൂലം കാലികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കഴിയാത്തതും വിവാഹ സൽക്കാരങ്ങൾ പരിമിതപ്പെടുത്തിയതുമാണ് ഇതിന് കാരണം. സാധാരണഗതിയിൽ ഒരാഴ്ചയ്ക്ക് 2 ക്വിൻ്റൽ തൂക്കമുള്ള ഒരു പോത്തിന് 55,000 രൂപയായിരുന്നു വില. കാലികൾ വിറ്റ് പോകാതായതോടെ ഇതേ തൂക്കമുള്ള പോത്തുകളെ 30,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് നാട്ടിലും ബീഫിന് വില കുറയാൻ കാരണമായത്. പുന്നക്കാട്ടെ PK ബീഫ് സ്റ്റാളിൽ മാത്രം കാണപ്പെട്ട കാഴ്ച വരും ദിവസങ്ങളിൽ മറ്റുയിടങ്ങളിലേക്കും വ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബീഫ് പ്രിയർ. എല്ലും പതിരുമൊന്നും ഉൾപ്പെടുത്താതെ തൂക്കി വിറ്റാലും നിലവിലെ സാഹചര്യത്തിൽ 220 രൂപയ്ക്ക് വിൽപ്പന നടത്തിയാലും ലാഭകരമെന്നാണ് ഉടമകൾ പറയുന്നത്. തമിഴ്നാട്, കർണാടക, ഹരിയാന, ഒറീസ, ബീഹാർ ഇവിടെയൊക്കെയുള്ള കന്നുകളിപ്പോൾ ഇറച്ചി എക്സ്പോർട്ടിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് വലിയ മൂര്യകളും വലിയ പൂത്തുകളൊക്കെ ചെറിയ കായിന് വാങ്ങാൻ കിട്ടും. അവിടെ തന്നെ ലൈവ് വെയിറ്റ് 50 റുപ്യക്ക് 60 റുപ്യക്ക് അവിടെ വാങ്ങാൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മളത് കുറച്ച് വെക്കുന്നത്. ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ കന്ന് കിട്ടാത്തതുകൊണ്ട് കുറച്ച് എല്ലും ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെറും ഇറച്ചി 220 റുപ്യക്കാണ് ഇപ്പോൾ നമ്മൾ വിൽക്കുന്നത്. ലാഭം കിട്ടിയിട്ട് തന്നെ വിൽക്കുന്നത്, ആളുകളെ സഹായിച്ചാന്ന് കരുതിയിട്ടുണ്ട്. ഇറച്ചി വിടുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് അതിനുള്ള കച്ചവടമുണ്ട്. അപ്പം നമുക്ക് അതിന് ലാഭമുണ്ട്. നമ്മളൊക്കെ പണിക്കാരും പണി ഒക്കെ നടക്കുന്നുണ്ട്. ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കാലികളെ വാങ്ങുന്നതും വിലക്കുറവിന്റെ കാരണമാണ്. CCN മഞ്ചേരി. ഇടതുപക്ഷത്തിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ UDF ഉയർത്തിയ ആരോപണങ്ങൾ അത്രയും ശരിവെക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ രാജിയെന്ന് MP PK കുഞ്ഞാലിക്കുട്ടി. അവധിയാണെന്ന കോടിയേരിയുടെ വാദം ജനം വിശ്വസിക്കുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. കാരണം പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെയും അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും ഒക്കെ രാജി ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ലീവാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലെ രാജിയായി തന്നെ ജനം കാണുള്ളൂ. അപ്പോൾ CPMന് അങ്ങനെ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ ആവശ്യത്തിൻ്റെ മുമ്പിൽ ആദ്യത്തെ ഭാഗം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് വന്നിരിക്കുന്നു. അത്ര വലിയ വിവാദങ്ങളാണ് നടക്കുന്നതൊക്കെ. അവധിയാണെന്ന കോടിയേരിയുടെ വിശദീകരണം ജനം വിശ്വസിക്കാൻ പോകുന്നില്ല. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജിയായേ ജനം കാണൂ. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും കോടിയേരിയുടെ അതേ പാത പിന്തുടരേണ്ടി വരും. അല്ലായെങ്കിൽ ജനം എതിരായി വിധിയെഴുതും. LDF വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയം മുന്നിൽ കാണുകയാണ്. UDFനെതിരെ പകരം കേസുകൾ സൃഷ്ടിച്ചെടുത്ത നേതാക്കളെ അറസ്റ്റ് ചെയ്തു വാർത്ത ഉണ്ടാക്കാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നത്. വലിയ വിവാദങ്ങളാണ് CPMനെയും സംസ്ഥാന സർക്കാരിനെയും പിടികൂടിയിരിക്കുന്നതെന്നും ഇടതുപക്ഷത്തെ പോലെ UDF നേതാക്കൾ അധികാര ദുർവിനിയോഗം നടത്തി വിവാദങ്ങളിൽ പെട്ടിട്ടില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് വെച്ച് പറഞ്ഞു. പാർട്ടി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരാരായാലും ഭരണ സംവിധാനത്തിനോ ഇത് തുടരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നു. സ്വാഭാവികമായി ഈ ഘട്ടത്തിലുള്ള ഒരു വിഷയത്തിൻ്റെ ഒരവസാനം അതാണ് പാർട്ടി സെക്രട്ടറിയുടെ രാജി കാണിക്കുന്നത്. ഇനി അടുത്ത ഘട്ടങ്ങളാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പോടെ വിഷയങ്ങളുടെ പൂർണ്ണമായ അവസാനിക്കലും ആയിരിക്കും ഉണ്ടാകുക. അത്ര വലിയ വിവാദങ്ങളാണ് CPMനെയും അതുപോലെ തന്നെ അവരുടെ ഗവൺമെൻറ്റിനെയും പിടികൂടിയിരിക്കുന്നത്. യാതൊരു സംശയമില്ല. സ്വാഭാവികമായ ഒരു എൻഡിലേക്ക് CPMും
ഇടത് ഗവൺമെൻറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. CCN മലപ്പുറം. അമ്പലപ്പാറ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് LDF, UDF, BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക പൂർണ്ണമായും പ്രഖ്യാപിച്ചു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ P. വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് LDF പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് കുന്നക്കാവ് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് UDFന്റേത്. 5ാം വാർഡ് കടമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഇവിടെ ജനകീയ വികസന സമിതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് തീരുമാനം. നിലവിലെ അംഗം PK രമാദേവി അടക്കമുള്ള 15 പേരുടെ പട്ടികയാണ് BJP തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ 5ാം വാർഡിൽ കടമ്പൂർ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി A. വിജിതയും മത്സരിക്കുന്നു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ ശിശുസൗഹൃദ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 11 മണിക്ക് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് ജില്ലയിലെ 2ാമത്തെ സ്റ്റേഷനാണ് ഒറ്റപ്പാലത്തേത്. പാലക്കാട് ജില്ലയിലെ 2ാമത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനാണ് ഒറ്റപ്പാലത്തേത്. ചുമരുകളിൽ നിറയെ കാർട്ടൂണുകൾ, ബലൂൺ, കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം കണ്ടാൽ അംഗനവാടിയാണെന്നേ തോന്നൂ. പക്ഷേ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ പോലീസ് അധ്യാപകരും കളിക്കൂട്ടുകാരുമാകും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയുക, മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കുക, അവകാശങ്ങളും കടമകളെയും കുറിച്ച് ബോധവാന്മാരാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, കുടുംബത്തിലെ ചേട്ടന്മാരെ പോലെ, ചേച്ചിമാരെ പോലെയൊക്കെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സാധിക്കും. ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനിൽ മഫ്തിയിൽ ഒരു പോലീസ് ഓഫീസറും ഒരു വനിതാ പോലീസ് ഓഫീസറും എന്നും കുട്ടികളുടെ സഹായത്തിനായിട്ടുണ്ടാകും. കുട്ടികൾക്ക് ഒരു മടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയാൻ സാധിക്കും. അങ്ങനെ പോലീസിലും കുട്ടികളിലും സമൂഹത്തിലും അങ്ങനെയൊരു ശിശു സൗഹൃദ അന്തരീക്ഷവും ഒരു മനോഭാവം സൃഷ്ടിക്കുകയാണ് ഈ ഒരു ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിലൂടെ കേരള പോലീസ് ഉദ്ദേശിക്കുന്നത്. പരാതി ഇല്ലെങ്കിലും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കുട്ടിയുമായി സ്റ്റേഷനിലെത്താം. TV, പാർക്ക്, ലൈബ്രറി എന്നിവയും ഒരുക്കും. ഒറ്റപ്പാലം ASP TK വിഷ്ണു പ്രദീപ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. CI M. സുജിത്ത്, SI S. അനീഷ് തുടങ്ങിയവരും കുട്ടികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. പൊതുനിരത്തുകളിൽ എഴുതുവാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പൊതുനിരത്തുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിക്കൊരുങ്ങി ഒറ്റപ്പാലം പോലീസ്. ഒറ്റപ്പാലം ASP TK വിഷ്ണു പ്രദീപ് വിളിച്ച യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. റോഡുകളിൽ സ്ഥാനാർത്ഥികളുടെയോ പാർട്ടികളുടെയോ പേരുകളോ ചിഹ്നങ്ങളോ എഴുതരുതെന്ന് ഒറ്റപ്പാലം ASP TK വിഷ്ണു പ്രദീപ് വിളിച്ച യോഗത്തിൽ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് രേഖാമൂലം നിർദ്ദേശം നൽകും. നോട്ടീസ് ലഭിച്ച് 2 ദിവസത്തിനകം പരസ്യങ്ങൾ മായ്ക്കണം. സമയപരിധി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. കൊട്ടിക്കലാശം അനുവദിക്കില്ല. പ്രചാരണ ഘട്ടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടരുത്. പഞ്ചായത്ത് തലങ്ങളിൽ പ്രാദേശിക നേതാക്കളെ പങ്കെടുപ്പിച്ച് യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. CCN ഒറ്റപ്പാലം. ശിശുദിനാഘോഷത്തിന് ഓൺലൈനിൽ വേദിയൊരുക്കി LPS ആലിപ്പറമ്പ്. യോഗത്തിന്റെ ഉദ്ഘാടനം യുവ എഴുത്തുകാരൻ വ്യാസൻ നിർവഹിച്ചു. നമസ്കാരം പ്രിയമുള്ളവരെ, ശിശുദിനാഘോഷം 2020 ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ പരിപാടി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. സാഹോദര്യവും മതേതര മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യ സ്നേഹത്തിന്റെ സ്പന്ദനങ്ങൾ മാത്രം മാറ്റൊലിക്കൊണ്ട് നെഹ്റുവിന്റെ ചിന്തകളും സ്മരണകളും ഒരു ആഘോഷമാക്കി മാറ്റി LPS ആലിപ്പറമ്പിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തരായി. ആഘോഷിക്കാം നാടാകെ ശിശുദിനമായി നാമെന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ലാ ലലാ ലലാ ലാ ലലാ. സ്കൂൾ ലീഡർ ലിതാന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് പരിപാടിയുടെ ക്രമീകരണങ്ങൾ നടത്തിയത്. മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാക്കാവുന്ന രീതിയിലാണ് LPS ആലിപ്പറമ്പിന്റെ ശിശുദിനാഘോഷം നടന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ആദർശം ജീവിതത്തിൽ പകർത്തുന്നതിനും ഉതകുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ആൽബിൻ ജോർജ് മാസ്റ്റർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ഊന്നിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നത്. ശിശുദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും നെഹ്റുവിൻ്റെ ജീവിതത്തെ കൂടുതൽ അറിയുന്നതിനും
അദ്ദേഹത്തിൻ്റെ ആദർശം ജീവിതത്തിൽ പകർത്തുന്നതിനും ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. യോഗത്തിന്റെ ഉദ്ഘാടനം യുവ എഴുത്തുകാരനും മാധവിക്കുട്ടി യുവ പ്രതിഭാ പുരസ്കാര ജേതാവുമായ വ്യാസൻ PM നിർവഹിച്ചു. എങ്ങനെയാണോ ചാച്ചാജി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളോടുള്ള വളരെ വലിയ ആഭിമുഖ്യം, അദ്ദേഹം തന്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് അയച്ചിട്ടുള്ള ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നൊക്കെ പറയുന്ന പുസ്തകമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കഴിയുമെങ്കിൽ വായിക്കണം. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ചാച്ചാജിയെ കുറിച്ച് കൂടുതൽ പഠിച്ച് മഹത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് ഈ ശിശുദിനത്തിൽ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഈ ഒരു മിഠായി കഥ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്. വാർഡ് മെമ്പർ ഖാദർ മാസ്റ്റർ യോഗത്തിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. വളരെയധികം സ്നേഹവും വാത്സല്യവും വെച്ചു പുലർത്തിയിരുന്ന വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ALPS ആലിപ്പറമ്പിലെ വിദ്യാർത്ഥികൾ ഓൺലൈനായി ശിശുദിന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫാത്തിമ സഹ്ല സ്വാഗതവും നഫീസത്തുൽ മിസ്രിയ നന്ദിയും പറഞ്ഞു. പ്രധാനാധ്യാപിക ശ്രീദേവിക്കുട്ടി, മുഹമ്മദ് റിസ്വാൻ, നാജിയ, നിയ, നഫീഹ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി CPIM. അംഗൻവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി നടന്നതെന്നാണ് ആരോപണം. വിജിലൻസിന് പരാതി നൽകുമെന്നും CPIM നേതാക്കൾ പറഞ്ഞു. അംഗൻവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് 21ഓളം വരുന്ന അംഗൻവാടികൾക്ക് ഇത്തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയർ വാങ്ങി പഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുണ്ട്. ബാക്കി 10-21 അംഗൻവാടികളുടെ ലിസ്റ്റ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളതുമായി ഒരു അന്വേഷണം നടത്തിയപ്പോൾ വലിയ അഴിമതി അതിൽ നടന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. UDF ഭരണകാലത്ത് 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ 21ഓളം അംഗൻവാടികളിൽ വാട്ടർ പ്യൂരിഫയർ നൽകിയതിലാണ് ലക്ഷങ്ങളുടെ അഴിമതി നടന്നെന്ന് CPM ആരോപിക്കുന്നത്. വിവരാവകാശം നൽകി ലഭിച്ച രേഖയിൽ പഞ്ചായത്തിലെ 21 അംഗൻവാടികളിൽ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യാൻ ഒരു അംഗൻവാടിക്ക് 29,000 രൂപയിലധികം രൂപ അനുവദിച്ചതായാണ് കാണിക്കുന്നത്. എന്നാൽ അംഗൻവാടികളിൽ ഫിറ്റ് ചെയ്ത വാട്ടർ പ്യൂരിഫയറിൽ MRP വെറും 9,000 രൂപ മാത്രമാണ് കാണിക്കുന്നതെന്നും ക്വാളിറ്റി കുറഞ്ഞ വാട്ടർ പ്യൂരിഫയർ ആണ് അംഗൻവാടികളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്നും ഇതിന്റെ മറവിൽ വൻ തുക അഴിമതി നടന്നിട്ടുണ്ടെന്നും CPM നേതാക്കൾ പറയുന്നു. ആ മിഷൻ നമ്മൾ വെച്ചിട്ടുള്ള അംഗൻവാടിക്കകത്ത് നമ്മൾ പോയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും. അവിടെ പോയാൽ അതിന്മേ MRP റേറ്റ് അതിൽ പറയുന്നത് 9,900 എന്ന് പറയുന്ന സംഖ്യയാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയാണ് ബ്ലൂ സ്റ്റാർ മാഗ്നസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സാധനമാണ് ഇവിടെ അംഗൻവാടികളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇൻ്റർനെറ്റിൽ അടിച്ചാലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി നിങ്ങൾക്ക് അന്വേഷിച്ചാലും നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഏതാണ്ട് 6,999 റുപ്യക്കാണ് അതിൻ്റെ വില വരുന്നത്. ഈ സാധനത്തിൻ്റെ ബ്ലാക്ക് കളർ എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ വില വരുന്നത്. പക്ഷേ വലിയ അഴിമതിയാണ്. ഇതിൽ പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഇതിൻ്റെ കോപ്പി ഞങ്ങൾ ആവശ്യപ്പെട്ട് മേടിച്ചിട്ടുണ്ട്. അതിലെ ഒപ്പ് രണ്ടാളുടെ ഒപ്പാണ്. ഒന്ന് മജീദ് മാഷയുടെ ഒപ്പും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി ടീച്ചറുടെ ഒപ്പുമാണ്. അതിൽ നമുക്ക് തിരഞ്ഞാൽ നമുക്ക് മറ്റൊരു ലെൻസ് വെച്ച് തിരഞ്ഞാൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയും. മറ്റൊക്കെ എന്താ പേര് എന്നുള്ളത് പോലും വായിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടുന്നുണ്ട്. വലിയ അഴിമതിയാണ്. കാരണം 3 ഇരട്ടി വിലയാണ് ആ സാധനത്തിന് അവർ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനത്തിന് ആവശ്യമായ പണം വിഴുങ്ങിയിട്ടുള്ളത്. വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഴിമതികൾ പുറത്തു വരാനുണ്ടെന്നും വിജിലൻസിൽ പരാതി നൽകുമെന്നും CPM നേതാക്കൾ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വന്തമായി നിർമ്മിച്ച ഓഫീസ് ഉദ്ഘാടനം നടന്നു. KPCC സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിന്റെ ദീർഘവീക്ഷണവും ആദർശവും രാജ്യത്ത് തിരിച്ചു വരണമെന്ന് KPCC സെക്രട്ടറി V ബാബുരാജ് പറഞ്ഞു. മറ്റു പല സ്ഥലങ്ങളിൽ നമുക്ക് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓഫീസ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും സൗകര്യപ്രദമായ ഒരു ഓഫീസ് ഈ പഞ്ചായത്തിലുണ്ടായത് പാർട്ടിയുടെ പ്രവർത്തകർ, പാർട്ടിയുടെ നേതാക്കൾ ഒക്കെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ തുടക്കം തന്നെ നമുക്ക് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് കിടക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിന് CK അബ്ദുൾ റഫീഖ് സ്വാഗതം പറഞ്ഞു. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CK അൻവർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നെഹ്റുവിന്റെ ഛായാചിത്രം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MM സക്കീർ ഹുസൈൻ അനാച്ഛാദനം ചെയ്തു.
DCC ജനറൽ സെക്രട്ടറി C. സുകുമാരൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CK ഹാരിസ്, DCC മെമ്പർ TP മോഹൻദാസ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് C. മുസ്തഫ, മഠത്തിൽ സുരേഷ്, ശശി വളാങ്കുളം, ജനറൽ സെക്രട്ടറിമാരായ VP അൻവർ, ഹുസൈൽ പാറൽ, മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് EP അയ്യൂബ്, ബെന്നി മാത്യു ഇലവിങ്കൽ, AP രാധാകൃഷ്ണൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. K. ദാമോദരൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കോവിഡ് കാലത്ത് പുതുമയാർന്ന ആശയത്തോടെ ശിശുദിനം ആഘോഷിക്കുകയാണ് സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപക കൂട്ടായ്മ. വിദ്യാലയത്തിലെ അധ്യാപക കൂട്ടായ്മയിൽ ഒരുങ്ങിയ ഷോർട്ട് ഫിലിം ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു. സമകാലിക സമൂഹത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നേരിടുന്ന പ്രയാസങ്ങളാണ് ഷോർട്ട് ഫിലിം പ്രമേയം. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും അധ്യാപകരാണ് എന്നതാണ് ഈ ഷോർട്ട് ഫിലിമിനെ ശ്രദ്ധേയമാക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോന്ന ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. ഇവൻ ഏത് നേരം ഈ ഫോണിൽ തന്നെ കണ്ണ് കേടുവരുമല്ലോ. ഇപ്പത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ഇപ്പൊ തന്നെ പോണോ മക്കളെ? പെരയില് കുട്ടികൾ ഒറ്റയ്ക്കാ. പിന്നെ IT ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനായ അനൂപാണ് ക്യാമറയും എഡിറ്റിംഗും കൈകാര്യം ചെയ്തിരിക്കുന്നത്. തിരക്കഥ, സംഭാഷണം ഹിന്ദി അധ്യാപികയായ റീന പ്രവീണാണ് ചെയ്തിരിക്കുന്നത്. ടീച്ചർമാര് പഠിപ്പിച്ചാ പോരെ സാബിയെ, കുടിയിലുള്ളവര് മൊത്തം പഠിപ്പിക്കണോ? അഡ്മിനിസ്ട്രേറ്റർ ഫാദർ നെൽസൺ ഇയാലിന്റെയും സഹകരണത്തോടെ സ്കൂൾ ഒഫീഷ്യൽ ചാനലാണ് ഇത് റിലീസ് ചെയ്തത്. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥി പട്ടികയായി. പുതുമുഖങ്ങൾക്ക് മുൻഗണന നൽകിയുള്ളതാണ് പട്ടിക. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതുമുഖങ്ങൾക്ക് പരിഗണന നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് LDF ഇത്തവണ പുറത്തിറക്കിയിട്ടുള്ളത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ P. സുമിത ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഓങ്ങല്ലൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്നും മത്സരിച്ച് വിജയിച്ചവരും ഇത്തവണ ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നത്. KSJ നേതാവായിരുന്ന KC അലി ഇക്ബാലും ഇത്തവണ ബ്ലോക്കിലേക്ക് ജനവിധി തേടുന്നുണ്ട്. ആരോഗ്യവകുപ്പിൽ നിന്നും അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ K. വേണുഗോപാലിനും ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ LDFന് നഷ്ടപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. തിരുവേഗപ്പുറ ഡിവിഷനിൽ നിന്നും പ്രമുഖ എഴുത്തുകാരി റജീന റഹ്മാനാണ് മത്സരിക്കുക. എടപ്പല ഡിവിഷനിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം MP സരിത മത്സരിക്കും. കരിങ്കനാട് ഡിവിഷനിൽ വെളിയൂർ അഗ്രികൾച്ചർ റൂറൽ സഹകരണ സംഘം ഡയറക്ടർ P. ലേഖ മത്സരിക്കുന്നു. തത്തനംപള്ളി ഡിവിഷനിൽ പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ പട്ടാമ്പി മേഖലാ കമ്മിറ്റി രക്ഷാധികാരി MK മുഹമ്മദ് മത്സരിക്കും. കുൽക്കല്ലൂർ ഡിവിഷനിൽ കർഷക സംഘം ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം P. ബഷീർ മത്സരിക്കും. കൊപ്പം ഡിവിഷനിൽ CPI പ്രതിനിധിയായ ബിന്ദു ജയദേവനാണ് മത്സരിക്കുന്നത്. കീഴ്മുറി ഡിവിഷനിലാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന P. സുമിത മത്സരിക്കുന്നത്. നടുവട്ടം ഡിവിഷനിൽ കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ MP. അനിൽകുമാർ മത്സരിക്കും. വാടാനംകുറിശി ഡിവിഷനിൽ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ P. പ്രസന്ന മത്സരിക്കും. കാരക്കാട് ഡിവിഷനിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന V. സേതലവിയും മത്സരിക്കുന്നുണ്ട്. കൊണ്ടൂർക്കര ഡിവിഷനിൽ നിന്നുമാണ് ആരോഗ്യവകുപ്പിൽ നിന്നും അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ K. വേണുഗോപാലൻ മത്സരിക്കുന്നത്. പെരിമിഡൂർ ഡിവിഷനിൽ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം K. ബിന്ദു, കാരക്കൂത്ത് ഡിവിഷനിൽ കൊപ്പം സർവീസ്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി വല്ലപ്പുഴ പഞ്ചായത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് യോഗത്തിൽ പോലീസ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പാലിക്കേണ്ട ചട്ടങ്ങളും അടങ്ങിയ ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ ചടങ്ങിൽ പോലീസ് വിതരണം ചെയ്തു. പൊതുനിരത്തുകളിലും ഇലക്ട്രിക് പോസ്റ്റിലും മറ്റും പോസ്റ്ററുകളോ എഴുത്തോ ഒന്നും നടത്താൻ പാടില്ലെന്നും ഇതുണ്ടെങ്കിൽ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. CI സിദ്ദീഖ് സർവകക്ഷി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. നിങ്ങളാണ് ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകൾ. താഴേക്കിടയിലുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകൾ നിങ്ങളായതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരാണ് ഏറ്റവും സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ ആ രീതിയിലുള്ള ഓരോ പ്രദേശത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഇങ്ങനെയുള്ള മീറ്റിങ്ങിലേക്ക് വിളിപ്പിക്കാൻ കാരണവും അത് തന്നെയാണ്. ഈ മെസ്സേജ് നമ്മളിവിടെ ഇന്ന് സംവദിക്കുന്ന ഈ മെസ്സേജ്
ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങളുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് രണ്ടു കൂട്ടർക്കുണ്ട്. അപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇനി മുതൽ മീറ്റിങ്ങുകളുടെ ഒരു പ്രളയമായിരിക്കും. ഒരു പ്രഹരം എന്ന് തന്നെ പറയാം. കാരണം എല്ലാ ദിവസവും നിങ്ങൾക്ക് റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരിക്കും, അതും അല്ലെങ്കിൽ ഓരോ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ മീറ്റിങ്ങുകളിൽ നിങ്ങൾ പ്രാദേശികമായിട്ട് ഓരോ പോക്കറ്റിലും പോയിട്ട് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗിൽ നമ്മൾ ഇന്നിവിടെ സംബന്ധിച്ച കാര്യങ്ങളും കൂടി താഴേക്കുള്ള ആളുകളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൺവേ ചെയ്താലേ നമുക്ക് നല്ല ഒരു ഇലക്ഷൻ കാഴ്ചവെക്കാൻ കഴിയും. ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്ത ഒരു ഇലക്ഷൻ കാഴ്ചവെക്കാൻ കഴിയും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.